കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് സോഫ്റ്റ് ആക്കുകയാണ് കേട്ടോ. കൈപ്പത്തിരി അവിടെ കിടന്നൊന്ന് എന്താ പറയാ കുതിർന്ന് സെറ്റ് ആവട്ടെ. എന്റെ അമ്മ കാഴ്ചയിൽ കൊടുക്കണം പകുതിമാർക്ക്. അപ്പൊ നോക്കട്ടെ, എനിക്ക് അല്പം നെയ്യൊക്കെ ഉള്ള പീസാണ് എനിക്ക് ഇഷ്ടം. ഞാൻ എപ്പോഴും പറയാറില്ലേ, തന്നെ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഞാൻ ഈ നേരം വരെ എങ്ങനെ പിടിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കോഴിക്കോടൻ കറുത്താല് ഓടും. സത്യം പറഞ്ഞാ ഒറ്റ ഇരിപ്പിന് ഞാൻ തിന്നും, അത്ര ടേസ്റ്റ്. ഇതോടെ ഞാൻ ചത്തുപോയാലും എനിക്ക് കുഴപ്പമില്ല. ഒരു പീസാണ് സാധാരണ ഞാൻ വെക്കല്, ഇത് കോംപ്രമൈസ് ഇല്ലാത്തോണ്ട് 2 പീസുകൾ വെച്ച് രോമാഞ്ചം. അത് ബീഫിന്റെ ഗ്രേവി ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി അല്ലേ, ഇങ്ങനെ വെച്ച്. സത്യത്തില് നമ്മള് ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിന്റെ ഒരു സന്തോഷം എപ്പോഴാണ് തരുന്നത്? കഴിച്ചത് കാണുമ്പോ, മോള് തില്ലണ കാണുമ്പോ സന്തോഷം. നമ്മള് ബീഫ് എടുത്തേ 1/2 കിലോ. 1/2 കിലോ ബീഫ് എടുത്തു. അതിനകത്ത് ഇട്ടത് എന്തൊക്കെയാ? അതില് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, വെള്ളം ഒരു അല്പം. എത്ര അടി അടിക്കണം? 4 അടി അല്ലേ. ആ സമയത്ത് നമ്മള് പത്തിരിക്കുള്ള വെള്ളം മാറ്റുക. എത്രയുണ്ട് ഇത്? എത്ര കപ്പ്? അത് 1 ഗ്ലാസ് അല്ലേ. 2 കപ്പ് പൊടി, 1 ഗ്ലാസ് പൊടിയിൽ എത്ര നാളികേരം ഉണ്ട്? 1 കപ്പ് ചെറിയ ഉള്ളി. എത്ര ഇട്ടുണ്ടാവും? അത് ഒരു 3 എണ്ണം കുഞ്ഞായിട്ടായിട്ട്. ചെറിയ ജീരകം 1 നുള്ള്. ഇത് വലിയ പെരുംജീരകം അതിനേക്കാൾ കുറച്ചുകൂടെ, അത്ര മതി അല്ലേ. അത് നന്നായിട്ട് തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കുക അല്ലേ. വെള്ളത്തിന് കണക്കുണ്ടോ അമ്മ? അല്ല, ഈ പൊടി ഇങ്ങനെ നമ്മൾ കുഴച്ചിട്ട് നമുക്കൊരു പരുവം അറിയാം. ഇത് പാകാവും. ഇനി നമുക്ക് ബീഫ് വരട്ടി കറുപ്പിച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഉമ്മ നല്ലത് അല്ലേ. വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അല്ലേ. സവോള കുനുകുനോ. എത്ര സവോള ഉണ്ട്? 1 മതി. ഉപ്പിടണോ? വേണ്ട. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അല്ലേ. പുളിക്ക് വേണ്ടി 1 തക്കാളി ചേർക്കാം. അപ്പൊ സവോള കൂട്ടൊക്കെ നല്ല മുരിഞ്ഞു വരുമ്പോ പൊടികൾ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇടാം. പെരുംജീരകപ്പൊടി വീണ്ടും 1 ടീസ്പൂൺ ഇട്ടു അല്ലേ. നല്ല ജീരകം 1/4 ടീസ്പൂൺ ഇട്ടു. ഇത് നമ്മുടെ ബീഫ് മസാല ഉമ്മച്ചിയുടെ സ്വന്തം 2.5 ടീസ്പൂൺ ഇട്ടു അല്ലേ. അത് ഇട്ടപ്പോ സംഭവം മണം മാറിയിട്ടാ. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി. വറുത്തതല്ല, വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ്. അപ്പൊ കൂടുതൽ മണം കുറെ നാൾ നിൽക്കും. മുളക് പൊടിയാണോ മറ്റേതാണോ? സാധാ മുളക് പൊടിയാണ്. സാധാ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടുണ്ട്. നമ്മളെ വീട്ടില് ഒരു മൈൻഡ് ഇല്ലാതെ കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി മുരിഞ്ഞ് വരട്ടി വെച്ച മസാലയിലേക്ക് കുക്കറില് വേവിച്ചു വെച്ച ബീഫ് ചേർക്കാം. എല്ലിടൂല ഇവിടെയൊക്കെ, എല്ലും കൂടി ഇറച്ചിയാണ് എപ്പോഴും നല്ല ടേസ്റ്റും. ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചാൽ മസാല നമ്മൾ കൂടെ എടുക്കുകയാണ് കേട്ടോ. അമ്മേ ഇപ്പൊ തന്നെ മണം കൊണ്ട് ഇവിടെ നിക്കാൻ വയ്യാട്ടാ. ഫ്ലാറ്റ് ഭക്ഷണം കണ്ടിട്ട് ഇത് ഒരാൾക്കും കൊടുക്കാനുള്ള വഴി കാണുന്നില്ല. ഈ ബീഫ് വരട്ടി ഗൾഫിൽ കൊണ്ടുവരൊക്കെ റെസിപ്പികൾ ചോദിക്കുന്നത്. റെസിപ്പി കൊടുക്കരുത്. ഉമ്മാന്റെ റെസിപ്പിന് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കോട്ടാ. ഇതിൽ എന്ത് റെസിപ്പി ഉണ്ടെങ്കിലും എന്തിപ്പോ എല്ലാ ഐറ്റവും കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്തൊരു കൈപുണ്യം എന്നൊരു സാധനം ഉണ്ട്, മനസ്സിലായ? അത് നമുക്ക് വാങ്ങാൻ കിട്ടില്ല യൂട്യൂബിൽ കൂടെ. കൈപുണ്യം യൂട്യൂബിൽ കൂടെ വാങ്ങാൻ കിട്ടുമെന്ന് കുറച്ച് ഞാൻ മേടിക്കണം. ലാസ്റ്റ് ഒരു പിഞ്ച് അല്ലേ പെരിഞ്ചീരകത്തിന്റെ പൊടി, ചെറിയ നുള്ള് അല്ലേ. ലാസ്റ്റ് മല്ലിയിലയും പുതിനയില ഉണ്ടോ? ഇനി നന്നായിട്ട് അങ്ങോട്ട് വെച്ചു അല്ലേ. നാഴി പൊടി കൊണ്ട് 2 പത്തിരി ഉണ്ടാക്കുക. അതാണ് പണ്ടത്തെ പുതിയ പത്തിരി. അപ്പൊ കൈപ്പത്തിരി ഞാൻ അത്യാവശ്യം ഉണ്ടാക്കാൻ പഠിച്ചു. പഠിച്ച് നല്ല കുട്ടിയായിട്ട് പത്തിരി പഠിച്ചു. എല്ലാരും കേട്ടോട്ടാ.